أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമർപ്പിച്ചും അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചും ധർമ്മപാതയിലൂടെ മുന്നേറാൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യതിരിക്തനാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ വിശേഷ ബുദ്ധിയും വിവേകവും വിവേചനശീലവും വിജ്ഞാനവും വകതിരിവും അതുപോലെയുള്ള കുറേ മാനുഷികമായ ഗുണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഈ ഗുണങ്ങളൊക്കെ ശരിയാം വിധം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ സത്യവിശ്വാസിയാകാൻ സാധിക്കുന്നത്. അപ്പോഴാണ് സത്യത്തോട് അവന് പ്രതിബദ്ധതയുണ്ടാകുന്നത്. അപ്പോഴാണ് തൻ്റെ സൃഷ്ടാവിനെ അവൻ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഈ വക ചിന്തകളും വിവേകവും വിവേചനശീലവും ഒന്നുമില്ലെങ്കിൽ അവൻ നാൽക്കാലികൾക്ക് സമാനമാണ്, ഒരു ഇരുകാലി മൃഗമാണ് എന്നല്ല, ദുനിയാവിലെ ഏറ്റവും അപകടകരമായ ജന്തുവായി മാറുകയാണ്. അത്ര അപകടം പിടിച്ച വേറൊരു ജീവി വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലോകമഹായുദ്ധങ്ങൾ നടന്നത്. അത്തരം കണ്ണിൽ ചോരയില്ലാത്ത മൃഗങ്ങൾ തന്നെയാണ് ഏതു കാലത്തും മനുഷ്യനെ കൊന്നുകൂട്ടിയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ മഹത്വം. വിശ്വാസി തൻ്റെ റബ്ബിനെ തിരിച്ചറിയുന്നു. റബ്ബുമായി തനിക്കുള്ള കടപ്പാട് അവൻ തിരിച്ചറിയുന്നു. പടപ്പിനോടെന്ന പോലെ, പടച്ചവനോടെന്ന പോലെ പടപ്പിനോടും അവനുള്ള ബാധ്യതകളും കടപ്പാടുകളും അവൻ തിരിച്ചറിയുന്നു. ഏത് സംഗതിയിലും അവൻ്റെ ഈ വിശേഷ ബുദ്ധിയും വിവേചനശീലവും ചിന്താശക്തിയുമൊക്കെ ഉപയോഗപ്പെടുത്തും. നമ്മൾ ഒന്ന് രണ്ട് ഖുതുബകൾ കേട്ടു വന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള ചിന്തയുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ അത്തരം ഒരു ചിന്ത അത് ഇബാദത്തുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇബാദത്ത് ശരീരം കൊണ്ട് ചെയ്യുന്നുണ്ട്, ഖൽബ് കൊണ്ട് ചെയ്യുന്നുണ്ട്, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ട്, അള്ളാഹു നൽകിയ ധനം ചെലവഴിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഇബാദത്ത് പല രൂപത്തിലാണ്. നിസ്കാരവും നോമ്പും ഹജ്ജുമൊക്കെ ശരീരം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ, പ്രാർത്ഥനകളും കീർത്തനകളുമൊക്കെ നമ്മുടെ നാവ് കൊണ്ട്, അതിലേറെ ഖൽബ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ്.
അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ആ തദബ്ബുറും തഫക്കുറും ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത തൻ്റെ ഇബാദത്തിൻ്റെ ഒരു ഭാഗമാണ്. അള്ളാഹുവിൻ്റെ റസൂല് തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ സൂറത്തു ആല ഇംറാനിലെ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്തടക്കം അവസാനത്തെ ഏതാനും ആയത്തുകൾ 10 ആയത്തുകൾ വരെ എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. ആ ആയത്തുകൾ ഓതിയിരുന്നു. അത് ആ റബ്ബിനെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസവും നിതാന്തമായ ജാഗ്രതയും ഒരിക്കലും വിട്ടുപോകാത്ത ഓർമ്മയും ചിന്തയുമൊക്കെയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. വാനഭുവനങ്ങളുടെ സൃഷ്ടിപ്പ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, വിശദീകരിക്കേണ്ടതില്ല. ആകാശം എന്താണെന്ന്, ഈ ഭൂമി എന്താണെന്ന്, വാനലോകത്തുള്ള മനുഷ്യന് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കോടാനക്കോടി ഗാലക്സികളും ആ ഗാലക്സികളിൽ ഉൾക്കൊള്ളുന്ന കോടാനക്കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും പൾസാറുകളും കോസാറുകളും തമോഗത്തങ്ങളും ഉപഗ്രഹങ്ങളും അങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത ഒട്ടനേകം സൃഷ്ടികൾ. മനുഷ്യൻ എന്ന് പറയുന്നതൊന്നുമല്ല. മനുഷ്യനാണ് സൂപ്പർ എനിമൽ എന്ന് നമ്മൾ മനുഷ്യനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷെ പഠിച്ചവരൊരു ചോദ്യമുണ്ട്, അഅൻതും അശദ്ദു ഖൽഖാ അമിസ്സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ളുഹാഹാ. അങ്ങനെ നീണ്ടുപോകുന്നു അള്ളാഹുവിൻ്റെ ആ അത്ഭുത സൃഷ്ടികളുടെ, പടച്ചറബിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ആ അത്ഭുതങ്ങൾ. അൻതും അശദ്ദു ഖൽഖാ, നിങ്ങളാണോ വലിയ സൃഷ്ടികൾ എന്ന നിലക്ക്? അമിസ്സമാ, അതല്ല പ്രവിശാലമായ വാനലോകമോ? ബനാഹ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു, നിർമ്മിച്ചിരിക്കുന്നു. റഫഅ സംകഹാ ഫസവ്വാഹാ, അതിൻ്റേതായ രൂപത്തിൽ അതിനെ സംവിധാനിച്ച് അതിനെ ഉച്ചിയിൽ അതിനെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു സംവിധാനം, വാനലോകം, പ്രപഞ്ചം എന്നൊക്കെ പറയുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ച് മനുഷ്യനെമ്പാടും ചിന്തിക്കാൻ വകണ്ട്. അതൊക്കെയാണ് മനുഷ്യനെ അപേക്ഷിച്ച് വലിയ സൃഷ്ടി. കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, കണ്ണിൻ്റെ ആ പരിണാമത്തെക്കുറിച്ച് പഠിച്ച് പരിണാമവാദിയായ, നിരീശ്വരവാദിയായ ഡാർവിൻ പോലും പറഞ്ഞു, ഡാർവിൻ്റെ ഉസ്താദിൻ്റെ ആ ഉദ്ധരണി പ്രത്യേകം ഉദ്ധരിച്ചു, ലാമാർക്കിൻ്റെ, കണ്ണ് എങ്ങനെ പരിണമിച്ചുണ്ടായി എന്ന് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഏത് ഒപ്പിക്കബിൾ പ്രസ്താവനകൾ പ്രസ്താവിച്ചാലും നമുക്കത് ശരിയാകുന്നില്ല, അതാണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ അത് ഉൾക്കൊള്ളാതെ ഒട്ട് നിവൃത്തില്ല, അല്ലെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്ന് ആൾക്കാർ പറയും. അതുകൊണ്ട് അങ്ങനെയാണ് സമ്മതിച്ചു തരികയാണെന്ന് മാത്രം. അതാണ് ഏറ്റവും വലിയ ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ആളുകളുടെ പോലും അഭിപ്രായം. അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിയും അങ്ങനെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മഹാസഞ്ചയത്തോട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇവിടെയുള്ള ചെറുതും വലുതുമായ, സ്ഥൂലവും സൂക്ഷ്മവുമായ ആ സൃഷ്ടി വൈഭവങ്ങൾ മുന്നിൽ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ അന്ധമായി അല്ലാഹുവിലാണ് വിശ്വസിക്കണമെന്ന് പറയല്ല. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا.
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മുമ്പിൽ അന്ധനും ബധിരനും മൂകനുമായി ചിന്താവിഹീനനായി നിൽക്കുന്ന ഒരാളല്ല സത്യവിശ്വാസി. അതിലൊക്കെ ചിന്തിക്കാനും പഠിക്കാനും എമ്പാടും വക നൽകുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഇവിടെ കോടാനക്കോടി സൂര്യന്മാരുണ്ട്, ഒരു സൂര്യൻ ഒറ്റക്കല്ല. ഈ ഒരു സൗരയൂഥത്തിന്റെ കേന്ദ്രം മാത്രമാണ് ഒരു സൂര്യൻ. എന്നാൽ എല്ലാ സൂര്യനും കൂടെ അതിൻ്റെ വെളിച്ചം നൽകാൻ പുറപ്പെട്ടാലോ ഒരു ജീവജാലവും ഇവിടെ ബാക്കിയാകൂല. പള്ള ഈ സൂര്യൻ തന്നെ 8.25 മിനിറ്റ് വേണം. പ്രകാശം ഒരു സെക്കൻഡിൽ 3.5 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ 8.25 മിനിറ്റ് വേണം. എന്ന് വെച്ചാൽ 14,94,00,000 ചില്ലാനം കിലോമീറ്റർ ദൂരെയാണ് സൗരയൂഥത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം. അത് ഈ ഒരൊറ്റ സൂര്യന്റെ കാര്യം. എന്നാൽ ഈ സൂര്യനെ അപേക്ഷിച്ച് 10,000 മടങ്ങ് വലുപ്പമുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ ഇവിടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നമ്മൾ വിശ്വാസികൾ ആലോചിക്കുമ്പോഴാണ് റബ്ബിന്റെ ഖുദ്റത്തും അളമത്തും മഹത്വവും അപാരമായ സൃഷ്ടി വൈഭവവും ഒരു വിശ്വാസിക്ക് ബോധ്യപ്പെടുക. അങ്ങനെ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ആ സൂര്യന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു സൂര്യന്റെ കറക്കവുമായി ബന്ധപ്പെട്ട്, ഭൂമിയുടെ കറക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് രാവും പകലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇതിലൊക്കെ ബുദ്ധി കൊടുത്തു കാര്യങ്ങളെ ചിന്തിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. ആരാണ് ആ വിശ്വാസികൾ? അവരുടെ ഒരു ഗുണം പഠിപ്പിക്കുക. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദാ. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അവർ റബ്ബിനെ സ്മരിക്കും. അതിന് കഴിയാത്ത വേളയിലും ചില സന്ദർഭങ്ങളിലും വഅലാ ജുനൂബിഹിം, അവർ അവരുടെ പാർശ്വങ്ങളിലായി കിടന്നുകൊണ്ടും അവർ റബ്ബിനെ ഓർക്കും. അവനാണ് വിശ്വാസി. നമ്മൾ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ആ റബ്ബിനെ ഓർത്തുകൊണ്ടാണ് ഒരു വിശ്വാസി അവിടെ കിടക്കുന്നത്. അവര് ആ സന്ദർഭത്തിലൊക്കെ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യും. ആ ചിന്ത അവരെ കൊണ്ട് എത്തിക്കുക എവിടെയാണ്? അവർ പതിവചിച്ചു പോകും. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ. പടച്ച റബ്ബേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. അവന്റെ ആ അല്ലാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം അവനെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കും. എന്താണത്? റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്ന് നാഥാ നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് ആ വിശ്വാസി പ്രാർത്ഥിച്ചു പോകും. പ്രപഞ്ചത്തിലെ ഒട്ടനേകം പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളല്ലാത്ത ആളുകൾ പോലും അങ്ങനെ ചിന്തിക്കുകയും രചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ അല്ലാത്തവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളല്ലാത്ത ഈശ്വരവിശ്വാസികൾ. അത്ഭുതമാണ്. ഒരു മലയാള കവി ചൊല്ലിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഈ പറഞ്ഞ ഖുർആനായത്തുമായി ഒന്ന് തട്ടിച്ചു നോക്കൂ. ജഗദീശ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലുമർക്ക ബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷി വൃക്ഷ പുഷ്പ ശലഭവൃന്ദവും മികവിൽ നിന്റെ വൈഭവങ്ങൾ വാഴ്ത്തിടുന്നു ദൈവമേ. കേട്ടാൽ തോന്നുക നല്ല മുഅ്മിനായ മുത്തഖിയായ ഒരു മലയാളി കവിയാണ് ഇത് എന്നാണ്. പക്ഷേ ആള് ഈശ്വരവിശ്വാസിയാണ്.
ഗഗനമെന്തൊരത്ഭുതം, സമുദ്രമെന്തൊരത്ഭുതം, നിഖില ജീവജാല ജീവൻ എന്നതെന്തൊരത്ഭുതം, സകലതും രചിച്ചതോർക്കിൽ അഖിലനാഥനായ നീ സകല ശക്ത, നിൻ പദം നമിച്ചിടുന്നു ഞാൻ വിഭോ എന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ ആ അപാരമായ ശക്തിയെയാണ് കവി ഇവിടെ ഓർക്കുന്നത്. പല തഫ്സീറുകളിലും നമുക്ക് കാണാൻ പറ്റും ഇതിന് സമാനമായ പല വരികളും. ലില്ലാഹി ഫിൽ ആഫാഖി ആയാത്തുൻ ലഅൽ ലിഅഖല്ലിഹാ ഹുവ മാ ഇലൈഹി ഹദാക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതൊരു ആയത്തുകളും മനുഷ്യ നിനക്ക് മാർഗദർശനം നൽകുവാനും അല്ലാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും നിന്നെ പ്രേരിപ്പിക്കുന്നതാണ്. وَلَعَلَّ مَا فِي النَّفْسِ مِنْ آيَاتِهِ عَجَبٌ عُجَابٌ لَوْ تَرَى عَيْنَاكَ. ഓരോ ആയത്തുകളും എടുത്ത് ചിന്തിച്ചാൽ എല്ലാം ഒരു മഹാത്ഭുതമായി ചിന്തിക്കുന്ന മനുഷ്യ നിനക്ക് തോന്നിപ്പോകും. നീണ്ട വരികളാണ്, ആലോചിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ഏതൊരു ആയത്തിനോടും വിശ്വാസിക്കുണ്ടാകേണ്ട ഒരു സമീപന രീതിയും അവൻ്റെ നിലപാടും എങ്ങനെയാകണമെന്നാണ് ഇവിടെ ഈ സംഗതികളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഈമാൻ കൊള്ളുക, വിശ്വാസമർപ്പിക്കുക, അവൻ്റെ അചഞ്ചലമായ കഴിവിനെക്കുറിച്ച് ബോധ്യം വരുന്ന രൂപത്തിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും കർമ്മനിരതരാവുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് ഓർക്കുക, റബ്ബിൻ്റെ ഖുദ്റത്തും മഹത്വവും തിരിച്ചറിയുക, ആ റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക, അവൻ്റെ വിധിവിലക്കുകൾ മാനിക്കുക, അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ശിരസ വഹിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. ഒരിക്കലും മറ്റുള്ള ആളുകളെപ്പോലെ അശ്രദ്ധനായി ജീവിക്കേണ്ടവനല്ല വിശ്വാസി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതാനും വാചകത്തിൽ ഒതുക്കാൻ നമുക്ക് പറ്റുമെങ്കിലും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ ത്യാഗപൂർണമായ ഒരു സംഗതിയാണ്. അതാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ റബ്ബിൻ്റെ കൽപ്പന ശിരസ വഹിച്ച് ജീവിക്കുന്ന ഒരു സമർപ്പിത ജീവിതം നയിക്കുക. ആ സബ്മിഷനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന പേര് നമുക്ക് നൽകുന്നത്. റബ്ബ് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. അസ്ലമ എന്ന് പറഞ്ഞാൽ അനുസരിച്ചു എന്നാണ്. ആ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇസ്ലാം എന്താണെന്നറിയണം. അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടാം ഖുതുബയിൽ മതപഠനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞത്. കുട്ടികളെ നമ്മൾ കോളേജുകളിലും മറ്റൊക്കെ ചേർക്കുന്ന സമയമായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്രസകളിലേക്ക് കുട്ടികളെ ചേർക്കേണ്ട സമയമാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സ്കൂൾ പഠന രീതി അനുസരിച്ച് മദ്രസ പഠനം ഒരു പ്രഹസനമായി മാറുകയാണ്. കുട്ടികൾക്ക് ദീന് പഠിക്കാൻ അവസരം കിട്ടണില്ല. മദ്രസയിൽ പോണില്ല എന്നല്ല,
അത് നാമമാത്രമായ ഒരു പോക്കായി മാറുകയാണ്. ആ ചെറുപ്പത്തിലെ കുട്ടിക്ക് ദീന് കിട്ടണം. അതിന് കുട്ടിക്ക് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ദീനീ പരിപാടികളിലൊന്നും ചെറുപ്പക്കാരെന്ന് നമ്മൾ കാണുന്നില്ല. സ്കൂളിൽ പഠിക്കാണ്ട് എന്നാണ് നമ്മളതിന് ഒരു ഏതു പറയാനുള്ളത്. ഓൻ അവിടെ ഇരുന്നോട്ടെ, ഓൻ പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ഓൾ അവിടെ പെരയിൽ ഇരുന്നോട്ടെ, ഓക്ക് പഠിച്ചാനുള്ളത് ഇഷ്ടം പോലെ പഠിച്ചോട്ടെ. വയലും ഈ ഉപദേശവും ഈ ദീനി ക്ലാസ്സൊക്കെ ആർക്ക് മാത്രം മതി? ഈ വാപ്പാക്കും ഉമ്മാക്കും മാത്രം മതി. ചെറുപ്പക്കാരെ നമുക്കതിന് കിട്ടണില്ല, വിദ്യാർത്ഥികളെ നമ്മളതിന് പ്രേരിപ്പിക്കുന്നില്ല. ഫലത്തിൽ അവർക്ക് ദീനിനോടുള്ള ആഭിമുഖ്യം കുറവാണ്. അതുകൊണ്ടാണ് ആണിനെന്താ ആണിനെ കല്യാണം കഴിച്ചാൽ, പെണ്ണിനെന്താ പെണ്ണിനെ കല്യാണം കഴിച്ചാലും എന്ന് ചോദിക്കുമ്പോഴത്തിന് മക്കനട്ടെ നമ്മളെ പെൺകുട്ടികൾ അതിൽ ഈമാൻ കൊണ്ടുകടി ചാടുന്നത്. നമ്മൾ കണ്ടത് ഒരു ഹിന്ദു പെൺകുട്ടി വേറൊരു ഹിന്ദു പെൺകുട്ടിനെ കല്യാണം കഴിച്ചതല്ല. ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിനെ കല്യാണം കഴിച്ചതാണ്. നല്ല ഒരു ശതമാനം മുസ്ലിം പെൺകുട്ടികൾ എനിക്കിപ്പങ്ങൾ പെൺകെട്ടുണ്ടാക്കണ്ടെന്ന് പറയുന്നവരാണ്. അവർ ഇസ്ലാം വിഭാവന ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വൈവാഹിക കർമ്മത്തോട് ആഭിമുഖ്യം പുലർത്താത്തവരാണ്. കാരണം സമൂഹം മൊത്തം അങ്ങനെയാണ്. നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലാണ് പലപ്പോഴും ഇത്തരം സാംസ്കാരിക അധിനിവേശങ്ങളിൽപ്പെട്ട നമ്മളുടെ കൗമാര പ്രായക്കാരുടെ ചിന്ത എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നതൊക്കെ ഒരു എന്താ പറയുക, ഒരു അപരിഷ്കൃതമായ സംഗതിയായിട്ടാണ് തോന്നുന്നത്. ബാപ്പി ഉമ്മയും കണ്ട് അമ്മമാർ കണ്ട് പുതിയാപ്പളിനെ പറ്റി അങ്ങനെ ഒരു കല്യാണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ വളരെ റയർ കേസായി മാറുകയാണ്. കാരണം സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ളത് ഓപ്പൺ മാരേജ്, കോൺട്രാക്റ്റ് മാരേജ്, ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഇനാണ് വൈഫ് സ്വാപ്പിംഗ്. അത് ടൂർ പോകുമ്പോഴാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ അത് ഒരാളുടെ ഭാര്യനെ മറ്റോന് കൈമാറും, മറ്റോൻ്റെ ഭാര്യ ബനിയും കൈമാറും. അങ്ങനെ ആ ഭാര്യമാരെ വെച്ച് മാറലാണ് വൈഫ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെ മിമ്പറി പറയുമ്പോൾ അതൊക്കെ ഇപ്പോൾ ഇല്ലാത്ത സംഗതി പറഞ്ഞിക്കാണ്ട് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നും. അല്ല, ഇതൊക്കെ സമൂഹത്തിൽ എമ്പാടും നടക്കുന്നുണ്ട്. കുറച്ച് ദീനുള്ളവരെ കാതിക്ക് ഇത് എത്താൻ വൈകുകയാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം ഈ സമൂഹത്തെ. നമ്മുടെ കുട്ടികളൊക്കെ രാസ ലഹരി നുരഞ്ഞു പൊങ്ങുന്നതിനിടയിലാണ് അവരും ജീവിക്കുന്നത്. അവർക്ക് നേരായ രൂപത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല. ബെല്ലും ബ്രേക്കില്ലാത്ത ഒരു ജീവിതമാണ്. അതുകൊണ്ട് അവരുടെ ഒരു കടിഞ്ഞാണ് രക്ഷിതാക്കളുടെ കയ്യിൽ വേണം. അവർക്ക് അള്ളാഹിനെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാകണം. ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന വിവരമുള്ള ആളുകളും വിവരമില്ലാത്ത ആളുകളും സമമാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഒരിക്കലും സമമല്ല എന്ന ഒരു തിരിച്ചറിവ് രക്ഷിതാക്കളായ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവർക്ക് ദീനീ പഠനത്തിനുള്ള സന്ദർഭവും സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ കുറേ ദുനിയാവ് അവൻ്റെ പേർക്ക് കൊടുക്കുന്നല്ല. യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ദീനീ കാര്യത്തിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് നൽകും. അതിനെ ഒരു മഹാഭാഗ്യമായി കാണാൻ, അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ സ്വയം തയ്യാറാവുകയും നമ്മളുടെ മക്കളെ കൈ പിടിച്ച് അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. മദ്രസകളിൽ ചേർക്കുന്ന സമയത്ത് മദ്രസകളിൽ ചേർക്കണം. ദീനും ദുനിയാവും ഒന്നിച്ച് പഠിക്കാനുള്ള അറബിക് കോളേജുകൾ പോലെയുള്ള പഠന സൗകര്യങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവർക്ക് മറ്റെന്ത് ഭൗതികമായ നേട്ടങ്ങൾ കിട്ടുന്നതിനേക്കാളും ഒരുപക്ഷെ ഉപകരിക്കുക അതാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹുവിൻ്റെ ദീന് യഥാവിധി മനസ്സിലാക്കുവാനും
ആ ദീനനുസരിച്ച് ജീവിക്കുവാനും നമ്മളുടെ മക്കളെ കൊണ്ട് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കുളിർമ ലഭിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യുകയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വറല്ലല്ലാഹുമ്മ അനിൽ ഖുലഫാഇർ റാഷിദീൻ അബീ ബക്രിൻ വഉമറ വഉസ്മാന വഅലി. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ والعفاف والغنى. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين.